വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ MP മുഹമ്മദ് അലി സാഹിബ്, അധ്യക്ഷൻ മുസ്തഫ കുണ്ടത്തിൽ, ഉപദേശക സമിതി അംഗം മുഹമ്മദ് അലി മൂലയിൽ, ഇബ്രാഹിം ഹുസൈൻ ഹാജി, അതുപോലെ മുതിർന്ന മറ്റു വ്യക്തികൾ, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ, നല്ലവരായ ഏര നിവാസികൾ, ഇന്ന് ഞങ്ങൾ ഏര കൂട്ടായ്മയുടെ 1-ാം വാർഷികം കൊണ്ടാടുകയാണ്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, നാം നട്ടു വളർത്തുന്ന ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൽ നിന്ന് നമുക്ക് തണലും അത് കൂടാതെ പഴങ്ങളും ഇത് രണ്ടും കിട്ടുന്നു. അതുപോലെയാണ് ഏര കൂട്ടായ്മ. കാരണം ഇത് നമുക്ക് വേണ്ടി തന്നെയാണ്. ഞങ്ങൾ ഫണ്ടിന്റെ കാര്യത്തിൽ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പറയുക, ഇത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ട ഒരു കൂട്ടായ്മയാണ് ഏര കൂട്ടായ്മ. കാരണം ഇതിലെ എല്ലാ മെമ്പേഴ്സിനും ഒരുപോലെ തുല്യ സ്ഥാനം, ആർക്കും ഒരു പ്രസിഡന്റ് സ്ഥാനമോ സെക്രട്ടറി സ്ഥാനമോ അങ്ങനെയുള്ള ഒരു സ്ഥാനങ്ങളോ ഞങ്ങൾ കൊടുക്കുന്നില്ല. കാരണം അത് വേണ്ട, ചാരിറ്റിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. പടച്ചവന്റെ മുന്നിൽ അതെന്തിനാ, അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇതുവരെ ഇല്ല. അൽഹംദുലില്ലാഹ്, നല്ല രീതിയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ തുല്യ അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ നമുക്ക് മാതൃകയായി വഴികാട്ടിയായി ഞങ്ങളുടെ തെറ്റുകൾ, അതായത് ഞങ്ങളുടെ യുവാക്കൾക്കിടയിലുള്ള കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനും ഉപദേശം തരുവാനും നമ്മുടെ ഉപദേശക സമിതി അംഗങ്ങളായ മൂലയിൽ മുഹമ്മദ് അലിക്ക, അതുപോലെ കുണ്ടത്തിൽ മുസ്തഫ, ഇബ്രാഹിം ഹുസൈൻ ഹാജി, നൗഷാദ് PC അവർകൾ, ഇവരെ ഈ സുദിനവേളയിൽ ഓർമ്മിക്കാതെ എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ പറ്റില്ല. വേറെ ഒരു കാര്യം കൂടി ഓർമ്മിക്കാനുള്ളത്, ദുബായ് കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഏറെയിലെ എന്ത് കാര്യം അവരോട് പറയുകയാണെങ്കിൽ 1-2 ദിവസങ്ങൾക്കിടയിൽ അത് എത്രയാണെന്നിരിക്കട്ടെ, അവർ അവിടെ ഒരു തടസ്സമേ ഇല്ല. നമ്മൾ എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാലും അത് ഓൺ ദ സ്പോട്ടിൽ ഇവിടെ പൈസ സാമ്പത്തികമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അവരെയും ഈ വേളയിൽ ഓർമ്മിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നീട് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് 2 വശമുണ്ട്. അതിൽ തിന്മയുമുണ്ട്, നന്മയുമുണ്ട്. അത് ഞങ്ങൾ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും. ഇവിടെ ഏര കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയിലൂടെ രൂപപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. അതായത് വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ, 156 അംഗങ്ങളോടുമുള്ള ഒരു കൂട്ടായ്മ. അതിൽ വാട്സപ്പ് ഉപയോഗിക്കാത്ത മറ്റു പല മെമ്പേഴ്സും കൂടി ഇതിലുണ്ട്. ഇപ്പോൾ 156 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണ് വാട്സപ്പ്, ഈ ഏര കൂട്ടായ്മ. അപ്പോൾ ഈ വാട്സപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഏര നാട്ടിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ്, ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, അതൊക്കെ ഒരു തിന്മയാണ്, അതൊന്നും വേണ്ട, അങ്ങനെയുള്ള ഒരു ചിന്താഗതി അതിനെ പാടെ തള്ളുന്നത് അത്ര ശരിയല്ല. അതിലെ നന്മകളുണ്ട്. ആ നന്മകളിലൂടെയാണ് ഞങ്ങൾ ഈ ഒരു കൊല്ലം പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതും ഇനി അങ്ങോട്ട് ചെയ്യാനുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹായം, അതുപോലെ സഹകരണം, സപ്പോർട്ട്, എല്ലാവിധ സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഒരുപാട് ആൾക്കാരെ നമുക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ സഹായിക്കാനുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ പരിപാടിക്ക് പങ്കെടുത്ത എൻ്റെ നല്ലവരായ ഏര നിവാസികളും ഏര കൂട്ടായ്മയുടെ പ്രവർത്തക സമിതി അംഗങ്ങളും ഉപദേശക സമിതി അംഗങ്ങളും, അതുപോലെ ഉദ്ഘാടകൻ മുഹമ്മദ് അലി സാഹിബ്, മറ്റു മുതിർന്ന വ്യക്തികൾ, എല്ലാവരെയും ഞാൻ ഈ ഏര കൂട്ടായ്മയിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ചറബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറെ കൂട്ടായ്മയുടെ
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതിൻ്റെ 1 വർഷം പൂർത്തീകരിച്ചത് ആഘോഷിക്കുന്ന ഈ സന്തോഷവേളയിൽ ഇവിടെ എത്തിച്ചേരാൻ അനുഗ്രഹിച്ച ജഗന്യന്താവിനെ ആദ്യമായി സ്തുതികൾ അർപ്പിക്കട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദോഹ ഖത്തറിലെ മെമ്പർമാരുടെ പ്രതിനിധിയായിക്കൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഞാൻ ഈ വേദിയിൽ, ഈ സദസ്സിന് മുന്നിൽ വന്നു നിൽക്കുന്നത്. എന്നെ നന്നായി അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ മുന്നിൽ കൂടുതൽ നീട്ടിവലിച്ച് ബോറടിപ്പിക്കാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. ആദർശ രാഷ്ട്രീയ വ്യത്യസ്തത കൊണ്ട് പല വഴിക്ക് മാറി നടന്ന നമ്മൾ ഏറെയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ഐക്യത്തോടെ കൈകോർത്തപ്പോൾ കേവലം 1 വർഷം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. ഇനി മുന്നോട്ടുള്ള നാളുകൾ പ്രതീക്ഷയുള്ള നാളുകളാണ്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മുന്നിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് അനിവാര്യമായ ഘടകങ്ങളിൽ പ്രധാനമായത് ഒന്ന് നമ്മുടെ ഈ ഐക്യം തന്നെയാണ്. രണ്ടാമത്തത് ഇതിൻ്റെ പിന്നിൽ ഓടി നടക്കാനുള്ള നല്ല ഒരു മനസ്സ്. മൂന്നാമത്തത് മർമ്മപ്രധാനമായ ഒന്ന് ഫണ്ടാണ്. ഇതിൽ 2 കാര്യങ്ങളിൽ നമ്മൾ ഏറെക്കുറെ അധികം മുന്നേറി കഴിഞ്ഞു. ഫണ്ടിന്റെ കാര്യത്തിൽ കുറച്ച് നമ്മൾ പിന്നോട്ടാണെന്ന് തോന്നുന്നു. മുന്നോട്ടുള്ള വർഷങ്ങൾ കൂടുതൽ ഫണ്ട് കണ്ടെത്താൻ എല്ലാ മെമ്പർമാരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ UAE കമ്മിറ്റിയുടെ മീറ്റിംഗിൽ വളരെ സുപ്രധാനമായ 2 തീരുമാനങ്ങൾ അവർ എടുത്തതായി കണ്ടിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഈ കൂട്ടായ്മ ഒരു ട്രസ്റ്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതിന്റെ ഭാവി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത മീറ്റിംഗിൽ ചർച്ച ചെയ്യുന്നതാണ്. അതുപോലെ ഈ കൂട്ടായ്മയ്ക്ക് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനും മറ്റുമായി ഇവിടെ നമുക്ക് അത്യാവശ്യമായ ഒരു ഓഫീസാണ്. ആ ഓഫീസിന് ഒരു ഗ്രന്ഥശാല അല്ലെങ്കിൽ ഒരു നമ്മളെ ഓഫീസ് സെറ്റപ്പിന് വേണ്ടി നമ്മളൊരു റൂമും കൂടി നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതും പെട്ടെന്ന് തന്നെ അടുത്ത മീറ്റിങ്ങിലൂടെ തീരുമാനിക്കുന്നതാണ്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് നന്മയുടെ പ്രവാഹം എന്ന നമ്മുടെ ക്യാപ്ഷൻ മുന്നോട്ടുള്ള വർഷങ്ങൾ വരും തലമുറകൾ ഏറ്റെടുത്ത് നന്മയുടെ വൻ പ്രളയമായി ഏറെയിൽ നിന്നും നന്മയുടെ വൻ പ്രളയമായി തന്നെ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകാൻ പടച്ചറബ് തൗഫീക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതുപോലെ ഈ ഐക്യം ഏറെയിൽ എന്നും നിലനിർത്താൻ പടച്ചറബിനോട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെറുക്കെടുക്കേണ്ടി വന്നു വിജയികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി. അതിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് PK പ്രീത പാറക്കെട്ടിൽ ഹൗസ്. 2ാം സ്ഥാനം ഫാത്തിമത്തുൽ സഫ ബൈത്തുൽ സഫ്വ. 3ാം സ്ഥാനം സൽമാൻ ഫാരിസ് PK റഷീദ മൻസിൽ. 4ാം സ്ഥാനം ആയിഷ മറിയം മർഹബ. 5ാം സ്ഥാനം മുസ്തഫ MP അലീഫ് ചിക്കൻ സ്റ്റാൾ കുട്ടികൾ. മറ്റൊരു അറിയിപ്പ്. നാളെ രാവിലെ ഒരു രോഗിക്ക് A+ ബ്ലഡ് ആവശ്യമുണ്ട്. 7 കൂട്ടായ്മ പ്രവർത്തക സമിതി അംഗങ്ങളുമായി അതിന് ദാനം ചെയ്യുവാൻ തയ്യാറുള്ളവർ ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. വേദിയിലിരിക്കുന്ന കൗൺസിലർ മുഹമ്മദ് അലി സാർ, ഏഴര കൂട്ടായ്മയുടെ പ്രവർത്തന പദത്തിൽ മുന്നിട്ട് നിൽക്കുന്ന
പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള എൻ്റെ ജ്യേഷ്ഠാനുജ സഹോദരിമാർ, ഈ വർത്തമാന കാലഘട്ടത്തിൽ ലോകത്തെവിടെയും അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണ്. എവിടെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും പേരിൽ മനുഷ്യരുടെ അസഹിഷ്ണുത മനസ്സുകളിൽ നിന്ന് ഉടലെടുക്കുന്ന ചിന്താധാരകൾ ഞങ്ങളെ പല കഷ്ണങ്ങളായി വേറിട്ട് നിർത്തുമ്പോൾ നന്മയുടെ പ്രകാശം അത് വളരെ വിദൂരവും വിരളവുമായി ഭവിക്കുമ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഏഴര കൂട്ടായ്മ എന്ന ഒരു ചെറു വെളിച്ചം, അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പല ചർച്ച ചെയ്യുന്ന നമ്മുടെ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരിൽ നിന്ന്, ഒരാളിൽ നിന്ന് സമൂഹത്തിന് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും, അല്ല നിനക്കെന്ത് ചെയ്യാൻ പറ്റും, അതുമല്ല നമുക്കെന്ത് ചെയ്യാൻ പറ്റും, ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പൂരിപ്പിക്കലായിരുന്നു നമ്മുടെ ഈ ഏഴര കൂട്ടായ്മ. അതിന് ആ ഏഴര കൂട്ടായ്മ എന്ന കൂട്ടായ്മയ്ക്ക് ഒരു വയസ്സ് തികയുമ്പോൾ തീർച്ചയായും നമ്മൾ എല്ലാവരും ആഹ്ലാദത്തിലാണ്. കാരണം നമുക്കറിയാം, പഴയ കാലങ്ങളിലുള്ള ദാരിദ്ര്യം, പട്ടിണിപ്പാവം ഇന്ന് തുലവും വിരളമാണെങ്കിലും ജീവിതത്തിൻ്റെ അറ്റവും തെറ്റവും കൂട്ടിമുട്ടിക്കാൻ മറ്റു പല കാരണങ്ങളാൽ നമ്മളിൽ പലരും ബുദ്ധിമുട്ടുകയാണെന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയാനകമായ രോഗങ്ങൾ ആർക്കെന്നല്ലാതെ, ആരുടെ പടിവാതിൽക്കില്ലാതെ വന്നു നിൽക്കുമ്പോൾ അതിൻ്റെ ഭീമമായ ചെലവ് സാധാരണക്കാരായിട്ടുള്ള മിഡിലായിട്ടുള്ള ആളുകൾക്കും താങ്ങാവുന്നതിനപ്പുറമാണ്. അവിടെയൊക്കെ ഏഴര കൂട്ടായ്മ എന്ന ഈ ചെറുസംഘം താങ്ങായി നിൽക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ പ്രവർത്തകർ അഭിനന്ദനം അർഹിക്കുന്നു. ഞാൻ കൂടുതൽ വലിച്ചു നിന്നിട്ടൊന്നുമില്ല. ഏതായിരുന്നാലും നേരത്തെ പറഞ്ഞ ആ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി നമ്മുടെ ഈ ഉത്തരക്കടലാസ് പൂരിപ്പിച്ചപ്പോൾ ഏഴര കൂട്ടായ്മ എന്ന് കിട്ടിയപ്പോൾ അതൊരു ചെറുതിരി നാളം ആയി മാറിയെങ്കിൽ ആ ചെറുപ്പക്കാർ അതുമായി ഒരു സങ്കോചിത ഭാവം, അതല്ലെങ്കിൽ നമ്മൾ ചെറുപ്പക്കാർ മാത്രം ചെയ്താൽ മതി എന്ന് വിചാരിക്കാതെ അനുഭവ സമ്പത്തുള്ള നാട്ടിലുള്ള മറ്റു മുതിർന്നവരുമായി കൂടിയാലോചിക്കുകയും ആ മുതിർന്നവരെ ഞങ്ങളുടെ സഞ്ചാര പദത്തിൽ മുന്നിട്ട് നിൽക്കണമെന്ന നിർബന്ധത്തോടുകൂടി അവരെ മുന്നിൽ നിർത്തി പിന്നിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണം നൽകി ഈ കൂട്ടായ്മ മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായും ഈ കൂട്ടായ്മ ഇന്ന് അതൊരു വെളിച്ചമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. പക്ഷേ നാം മറന്നുകൂടാ, ഈ വെളിച്ചം ഇനിയും കൂടുതൽ ഊർജ്ജലസതയോടെ പ്രകാശിക്കണം. അത് നമ്മുടെ നാട്ടിൽ അത് വലിയൊരു മുതൽക്കൂട്ടാവണം എന്ന് തന്നെയാണ് ഈ സദസ്സ് വിളിച്ചോതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഇനിയും കൂടുതൽ പ്രവർത്തന പദത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇതുവരെ കൈകൊണ്ട ആ ശ്ലാഘനീയമായ നയം, അഥവാ ഈ പ്ലാറ്റ്ഫോമിൽ ഏഴര കൂട്ടായ്മ എന്ന പ്ലാറ്റ്ഫോമിൽ ഇവിടെ രാഷ്ട്രീയമില്ല, മതവിഭാഗീയതയില്ല. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നേറുവാനും നമ്മുടെ മാർഗവും ലക്ഷ്യവും സുതാര്യമായ പദത്തിലൂടെ നീങ്ങുവാനും
സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇതിൽ പ്രവർത്തിച്ച ചെറുതും വലുതുമായി എല്ലാ പ്രവർത്തനത്തിലും പങ്കുചേർന്ന എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നെ ഇവിടുന്ന് ആദരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ മുൻകാല ജമാഅത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ആ സെക്രട്ടറിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ സെക്രട്ടറി പണി എടുക്കുന്ന സമയത്ത് റബിയുൽ അവൽ 12 മുതൽ റബിയുൽ അവൽ 11 വരെ ഒരു വർഷം തികയുമ്പോൾ എല്ലാ കണക്കുകളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള സംഖ്യകൾ കിട്ടിയിട്ടുണ്ടോ അത് മുഴുവൻ അതിൻ്റെ രൂപത്തിൽ ബുക്ക്ലൈറ്റായി ഞാൻ ജമാഅത്തിലുള്ളപ്പോൾ 360 വീടുകളിൽ മേലെ ഉണ്ടായിരുന്നു. ആ 360 വീടുകളിലും ഈ ബുക്ക്ലൈറ്റ് ആ വീടുകളിൽ എത്തിച്ചിരിക്കും. അതിന് എന്നെ സഹായിച്ച 2-3 വ്യക്തികളുമുണ്ട്. അതിലൊന്ന് ഈ ഇരിക്കുന്ന മുസ്തഫയാണ്, രണ്ടാമത് നൗഷാദാണ്, മൂന്നാമത്തെ ആൾ ഖാദറാണ്, ഖാദർ കളിച്ചവളത്തിൽ. അവരോടൊപ്പം ഈ സംഗതികൾ മുഴുവനും എത്ര കാലം സെക്രട്ടറി ആയിട്ടുണ്ടോ ആ കാലയളവിലെല്ലാം കൊടുത്തിരുന്നു. ബാക്കി ഞാൻ ഇവിടുന്ന് പ്രവാസി യാത്ര പോകുമ്പോൾ എൻ്റെ വഴിയിൽ അതിൽ നിന്ന് എന്തെങ്കിലും സംഖ്യ ഞാൻ ജമാഅത്തിന് കൊടുക്കേണ്ടതാണെങ്കിൽ തീർച്ചയായും എന്നിൽ നിന്ന് വാങ്ങണമെന്നും അതല്ല എനിക്കാണ് തരേണ്ടതെങ്കിൽ അത് പൊരുത്തപ്പെടണമെന്നും ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഗുരുവും പിന്നീട് ഈ ജമാഅത്തിൻ്റെ സെക്രട്ടറിയുമായ കെ വി മഹമ്മൂദ് മാഷെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോയത്. അതോടൊപ്പം മുഹമ്മദ് അലി സാഹിബ് ഇപ്പോൾ പറഞ്ഞ ഒരു വാക്കുകൾ ഈ പ്രവാസി കൂട്ടത്തിലോ അല്ലെങ്കിൽ കൂട്ടായ്മയിലോ അല്ല, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടുന്ന മുഴുവൻ സംഗതികളും അത് മേടിച്ചിരിക്കണം എന്നുള്ളതാണ്. മുമ്പ് കാലത്ത് അമ്പലത്തിലൊരു പീടികയുണ്ടായിരുന്നു. ആ പീടികയിൽ ഒരു മുസ്ലിം ലീഗ് ഓഫീസുമുണ്ടായിരുന്നു. ആ ഓഫീസിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നതായ പണി ഓലമേഞ്ഞ വീടുകൾ തെരഞ്ഞു പിടിക്കുക, അത് പഞ്ചായത്തിൽ കൊടുക്കുക, അവർക്ക് ഓലമേയാനുള്ള സംഖ്യ മേടിച്ചു കൊടുക്കുക. രണ്ടാമത് വിധവകൾ എവിടെയുണ്ട് ആ വിധവകൾ എല്ലാവർക്കും സംഗതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഞ്ചായത്ത് ഓഫീസിലെത്തിച്ച് വിധവകളെ കൊണ്ട് അവരെ ആപ്ലിക്കേഷൻ കൊടുപ്പിച്ച് ആ മേടിക്കാൻ വേണ്ടി. മൂന്നാമത് മത്സ്യത്തൊഴിലാളികളാണ്. ആ മത്സ്യത്തൊഴിലാളികൾക്ക് മുഴുവൻ കിട്ടേണ്ടുന്ന അർഹതപ്പെടുന്ന മുഴുവനും കിട്ടണം. അത് കിട്ടാൻ വേണ്ടി ഇവരെ എല്ലാവരെയും സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടി വേറെയാണ്. ഇന്നാള് വേറെ ഓൻ്റെ നാരണ കിട്ടിയില്ല, നമ്മൾ ഇവിടുന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് ചോദ്യം തിരിച്ച് ഞങ്ങളോട് ചോദിക്കാറുള്ളത്. അതും കഴിഞ്ഞു. മൂന്നാമതും കഴിഞ്ഞു. നാലാമത്തത് വിദ്യാഭ്യാസ മേഖലയാണ്. SSLC പാസ്സാകുന്ന ഒരു കുട്ടിയെ കോളേജിൽ ചേർക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിന് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് പള്ളിക്കണ്ടി മൊയ്തുവാണ്. ആ മൊയ്തു ഇന്ന് നമ്മളൊപ്പിനില്ല. അതോടൊപ്പം ആ പ്രവർത്തനത്തിൻ്റെ മേഖലയുമായി റഷീദ്, ഇത് എൻ്റെ മുമ്പിലിരിക്കുന്ന റഷീദ് SSLC പാസ്സായപ്പോൾ അവനെ കോളേജിൽ ചേർക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യിലെ വീട്ടിൽ പോയി ചേർക്കാൻ ആഹ്വാനം ചെയ്ത് ചേർപ്പിച്ചു. അതിന് ഞങ്ങൾക്ക് അന്ന് പ്രചോദനം നൽകിയത് കെ സുധാകരനായിരുന്നു. രാഷ്ട്രീയപരമായിട്ടില്ല, ഞാനുമായിട്ട് വളരെയധികം വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുള്ളൂ. അതോടൊപ്പം എത്ര പേർ പാസ്സാവുന്നുണ്ടോ അവരെ എല്ലാവരെയും സ്കൂളിൽ നിന്ന് കോളേജിൽ എത്തിക്കണം എന്നുള്ളതാണ് എനിക്കതിയായ ആഗ്രഹം. എൻ്റെ വീടിൻ്റെ മുമ്പിലും ഒരു ബോർഡ് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. ഞാനോ പഠിച്ചില്ല, എന്നാലും എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ബോർഡെങ്കിലും ഇരിക്കട്ടെ. റഷീദിനെ പഠിപ്പിക്കാൻ അയച്ചു, പഠിച്ചില്ല. മുഹമ്മദിനെ പഠിപ്പിക്കാൻ അയച്ചു, പഠിച്ചില്ല.
നൗഷാദിനെ പഠിപ്പിക്കാനയച്ചു, പഠിച്ചില്ല. പിന്നെ ഏത് മയ്യക്കളെയാണ് അയച്ചത്? ഞാൻ തീരുമാനിച്ചു ഇനി ഇതെല്ലാം പോട്ടെ, ഇനി ആരാൻ്റെ കുട്ടികളെങ്കിലും കിട്ടുമോ നോക്കാം. അതും കിട്ടിയിട്ടില്ല. ഈ നാട്ടിൽ നിന്ന് പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള രക്ഷിതാക്കൾ ഇന്നുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ 400 ചില്ലറ കുട്ടികളുണ്ടായിരുന്നു. 1-ാം ഡിവിഷനിൽ 3 ക്ലാസ്സുകൾ, 1-ൽ 3 ഡിവിഷൻ, അതുപോലെ തന്നെ 5-ൽ 2 ഡിവിഷൻ. അങ്ങനെയുള്ള ഈ സ്കൂൾ ഇന്ന് 40-നും 50-നും ഇടയിൽ ക്ലാസ്സിൽ ചേർക്കേണ്ടെന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഇന്ന് സ്കൂളിൻ്റെ മൊത്തം കുട്ടികൾ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ സംഖ്യയുള്ളൂ, 40-നും 50-നും ഇടയിൽ. ഇത് ഉയർത്തിയെടുക്കാൻ സാധിക്കില്ല. കാരണം എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കണം. അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമായിരിക്കണം. LKG മുതൽ അങ്ങോട്ട് ഇംഗ്ലീഷ് പഠിച്ചാലേ ആവും. ഇവിടെയുള്ള കളക്ടർ മുഴുവൻ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചതല്ല, IPS ഉദ്യോഗസ്ഥന്മാർ ഇംഗ്ലീഷ് പഠിച്ചതല്ല, എല്ലാവരും മലയാളത്തിൽ പഠിച്ചു. KR നാരായണൻ അടക്കം. കേരളത്തിൽ നിന്ന് പോയ KR നാരായണൻ മലയാളത്തിലാണ് പഠിച്ചത്. രാഷ്ട്രപിതാവ്, രാഷ്ട്രപതി. പക്ഷേ എന്നിരുന്നാലും ഇന്ന് എഴുതാനും വായിക്കാനും അറിഞ്ഞേ ഒരു ജോലിക്കും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പഠിപ്പിക്കണം. അത് ഇവിടെ നിന്ന് പഠിപ്പിക്കണോ പഠിപ്പിക്കണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നമ്മുടെ സ്കൂൾ ഇത് ഏരിയാണ്. 3 സംഗതി കൊണ്ടാണ് ഈ ഏര അറിയപ്പെടുന്നത്. ഒന്ന് ഏര ജുമാഅത്ത് പള്ളി, രണ്ടാമത്തെ ഏര മാപ്പിയുടെ LP സ്കൂൾ, മൂന്നാമത് വന്നതാണ് ഏരിയയിൽ ഒരു ഫിഷിംഗ് ഹാർബർ, നാലാമത്തേത് ഇപ്പം വന്നിട്ടുണ്ട് അതിനൊരു മുഹമ്മദ് അലി കൗൺസിലർ. ഏര ഇത് ഏരക്കുള്ള പ്രത്യേകതയുള്ളൂ. പോസ്റ്റ് ഓഫീസില്ല, റെയിൽവേ സ്റ്റേഷനില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അതെല്ലാം കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള യാത്ര നിങ്ങളുടെ ചെറുപ്പക്കാരുടെ കയ്യിലാണ്. അവർ എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുക. എല്ലാ കണക്കുകളും ഞാൻ പറഞ്ഞത് രൂപ ബുക്കിലയച്ചായിട്ട് വേണം എത്തിക്കാൻ. ഞങ്ങൾക്ക് സുമാറ് കണക്കുകളില്ല, കൃത്യമായ കണക്കുകളെ പാടും. സുമാറ് കണക്ക് തിന്നാൻ എല്ലാവരെയും ഏത് പ്രസ്ഥാനത്തിലായാലും ഒഴിച്ചു നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചും കൊണ്ട് ഈ കൂട്ടായ്മക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും എന്നെ ആദരിച്ചുകൊണ്ടും ഞാൻ നിങ്ങളോട് വിട പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്യാഷ് അവാർഡ് വിതരണമാണ് അടുത്തതായിട്ട്. ആദ്യമായി കുഞ്ഞമ്പ് വാൾപ്പ മസ്ജിദിലെ മുനമ്പത്തുള്ള അഫ്രീദ് MK അത് കൊടുക്കുന്നതിന് വേണ്ടി തയ്യിൽ റഷീദിനെ ക്ഷണിച്ചോളൂ. അടുത്തതായി ഏര സൽഫി മസ്ജിദിലെ റാഹിമ റസാഖ്. അവൾ സ്റ്റേറ്റ് തലത്തിലുള്ള മദ്രസ ഫെസ്റ്റിവൽ പ്രബന്ധ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയ കുട്ടിയാണ്. അവർക്കുള്ള പ്രൈസ് കൊടുക്കുന്നത്, ക്യാഷ് അവാർഡും കൊടുക്കുന്നത് കബീർ അടക്കാട്. മൂന്നാമതായി അലിലാഹിയ മദ്രസയിലെ കുട്ടി. അത് ഉസ്താദ് പറഞ്ഞത് ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ അതിൻ്റെ മാർക്ക് നോക്കിയിട്ട് ആളെ പേര് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉസ്താദിനെ ഏൽപ്പിക്കുന്നതാണ്. അത് കൊടുക്കുന്നതിന് വേണ്ടി റംഷി പുതിയ അത് ഏറ്റുവാങ്ങും. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അസീബിനെ ക്ഷണിച്ചു. അടുത്തായി ഷമീർ വലിയ വനത്തിൽ നിങ്ങളുമായി സംഭാവന നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇത് പേരെടുത്ത് ആശംസ പറയേണ്ട ഒരു അവസരമല്ല, സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ എല്ലാവരോടായിട്ടൊരു പറയാനുള്ളൊരു കാര്യമാണ്. ഞാനിവിടെ നാട്ടിലെത്തിയപ്പോൾ ഒരാൾ എന്നെ സ്വകാര്യം വിളിച്ചു കൊണ്ടുപോയിട്ട് പറയാം, എന്നോടൊന്ന് പറയാനുണ്ട്.
ഞാൻ പഠിച്ചോനെ നാട്ടിൽ വന്നിട്ടല്ലേ ഉള്ളൂ, കുഴപ്പത്തിലുണ്ടായിട്ടാലോ, നീ ഇപ്പോൾ നിന്നുള്ളത് ശരിയല്ല, ആ കൂട്ടായ്മ ഇന്നാളെ കൂട്ടായ്മയാണ്, മറ്റേയാളെ കൂട്ടായ്മയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മൂലയിൽ അലിക്ക നമ്മളെ അന്നും ഇന്നും ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളാണ്, അതേപോലെ തന്നെ മുസ്തഫ അന്നും ഇന്നും ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളാണ്, അതേപോലെ തന്നെ കുറേ പേരുകൾ പറഞ്ഞുകൊണ്ട് ആ കാര്യം പറഞ്ഞു ഇത്തരക്കാരൊക്കെ ഈ കൂട്ടായ്മയിലുണ്ടോ എന്ന്. അവരുടെ ധാരണ ഏതോ ഒരു ഇറുക്കിളി പാർട്ടി സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ്, അതേപോലെ തന്നെ KMC എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി സംഭവിച്ച ഒരു കൂട്ടായ്മയാണ്. പക്ഷേ എല്ലാവരോടായി പറയുന്നു, ഇതിൽ കൂടുതൽ സംസാരിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല. അടുത്ത മാസത്തെ ഈ നമ്മുടെ മാസത്തിൽ കൊടുക്കുന്ന ഈ തുക കൊടുക്കുമ്പോൾ ഒന്ന് നമ്മുടെ കൂടെ വരിക. ഈ തുക മേടിക്കുന്നവർ അധികവും കിടക്കപ്പായിൽ നിന്നും വായിക്കുന്ന ആ രംഗം കണ്ടാൽ ഈ ഗ്രൂപ്പ് തകർക്കാൻ വേണ്ടി ആരും ശ്രമിക്കില്ല. ഈ കുറ്റം പറയുന്നവർ ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വരും എന്നുകൊണ്ട് ഇന്ന് എല്ലാവരും, ഇതിപ്പം സോഷ്യൽ മീഡിയയിലായാലും ആരെങ്കിലും ഇവിടെ കുറച്ച് പേരായുള്ളതെങ്കിലും ഇത് ഒരുപാട് പേർ ഇത് കേൾക്കും എൻ്റെ വാക്ക്. അതുകൊണ്ട് വിമർശിക്കുന്നവർ ഒരു തവണയെങ്കിലും ഈ ഗ്രൂപ്പുമായി ഒന്ന് നമ്മൾ കൊടുക്കുന്ന വീടുകളിൽ വന്നു കഴിഞ്ഞാൽ അവരും ഈ ഗ്രൂപ്പിൻ്റെ അടുത്ത മാസത്തെ മെമ്പറാകും എന്നുള്ളൊരു കാര്യം ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് UAE കമ്മിറ്റിയുടെ പ്രതിനിധി ജമീർ ആറം. ബഹുമാനപ്പെട്ട കൗൺസിലർ അവർ, അതേപോലെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ മുന്നിലിരിക്കുന്ന നാട്ടുകാർ, അതേപോലെ തന്നെ എൻ്റെ കൂടെ ഈ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ നിൽക്കുന്നത് UAE കമ്മിറ്റിയുടെ പ്രതിനിധിയായിട്ടാണ്. ഈ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ തന്നെ UAEയിൽ ഇതേപോലുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ മാസവും ഞങ്ങളവിടെ കൂടാറുണ്ട്. ഞങ്ങൾ ഇത് അവിടെ തുടങ്ങുമ്പോൾ ആകെ ഒരു 18 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഈ ഏകദേശം ഒരു വർഷം ആകുമ്പോഴത്തേക്ക് ഞങ്ങളവിടെ 60 പേരായിട്ടുണ്ട്. അതിൽ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞവരാണ്, ഞങ്ങൾ ഈ കൂട്ടായ്മയെ പറ്റി ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ദുബായിൽ ഇങ്ങനെ ഇതാകുന്നുണ്ട്. അപ്പം പല ഭാഗത്തു നിന്നല്ല, UAE എന്ന് പറയുന്നത് ദുബായിലാണ് ഞങ്ങൾ എല്ലാ മാസവും കൂടാറുള്ളത്. അതിൽ മറ്റുള്ള എമിറേറ്റ്സിലുള്ള ആൾക്കാർ അവരെല്ലാവരും അവരുടെ പണി, അതായത് അവരവിടെ വരുന്ന ഓരോ തിരക്കുകളും മാറ്റിവെച്ച് ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച രാത്രി എല്ലാവരും നമ്മളിവിടെ ഒത്തുചേരും. ഈ കൂട്ടായ്മയെ കുറിച്ച് സംസാരിക്കും. അതിൽ പുതിയ പുതിയ ആശയങ്ങൾ വരും. ആശയങ്ങൾ സംസാരിച്ചുകൊണ്ട് അത് ഈ ഏറെ കൂട്ടായ്മ, അതായത് നാട്ടിലുള്ള പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ശരിയായെന്ന് തോന്നുന്നത്, അതായത് ഞങ്ങൾക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് യോജിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അതിലേക്ക് ചേർക്കാറുണ്ട്. അത് UAE കമ്മിറ്റിയിൽ നിന്ന് ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ റഷാദ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓരോ മാസവും ഞങ്ങൾ ഈ കൊടുക്കുന്ന സംഭാവനയിൽ നിന്ന് അല്ലെങ്കിൽ ഫണ്ടിൽ നിന്ന് കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മീറ്റിങ്ങിൽ. ആ കൂട്ടാൻ ഉദ്ദേശിച്ചിരുന്നത് വെച്ചാൽ ഞങ്ങളിപ്പോൾ കൊടുക്കുന്ന 18 അല്ലെങ്കിൽ 20 പേരായിരുന്നു. അതിൽ 1-2 പേരെ കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ കൂട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് ഇവിടെയുള്ള എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. ഇനി അടുത്ത ഒരു വർഷം കംപ്ലീറ്റ് ആയതിന്, അതായത് ഈ മാസം മുതൽ ഇനി ആ കൂട്ടിയ എമൗണ്ട് ഇവിടെ ഇട്ടിട്ട് ഈ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ചേർക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ ആൾക്കാരെ കണ്ടെത്തി ഇതിലേക്ക് കൊടുക്കാൻ ഞങ്ങൾക്കൊക്കെ പറ്റണം എന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. പിന്നെ അൽഹംദുലില്ലാഹ് ഞാൻ അധികം സംസാരിക്കുന്നില്ല, എനിക്ക് അധികം സംസാരിച്ചിട്ടുള്ള വൈഭവങ്ങളും ഇല്ല. അതുകൊണ്ട് ഞാൻ UAE കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു. ഈ കൂട്ടായ്മ ഇനി മുന്നോട്ട് പോകട്ടെ. അതിന് എന്നിൽ നിന്ന് സാമ്പത്തികപരമായിട്ടായാലും ശാരീരികം മാനസികം എല്ലാ വിധത്തിലുള്ള പിന്തുണ ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുപോലെ നിങ്ങളുടെ എല്ലാ പിന്തുണയും ഈ കൂട്ടായ്മയ്ക്ക് വേണം, എന്നാലേ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒമാൻ കമ്മിറ്റി പ്രതിനിധി ഷാഹിദ് CN.
ഷാജിദ് സ്ഥലത്തില്ല എന്ന് തോന്നുന്നു. അത് ഓക്കെ. അടുത്തതായി ഷഹനാദ് സിയൻ. രണ്ടാളും എന്തോ അർജന്റ് ആവശ്യമുള്ളതുകൊണ്ട് പോയി എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം അടുത്തതായി എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യുവ പ്രാസംഗികൻ PC നൗഷാദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് MP മുഹമ്മദ് അലി സാഹിബ്, എൻ്റെ സുഹൃത്ത് ആരിഫ്, മറ്റ് നാട്ടുകാരെ, 4ാം സ്ഥാനത്ത് എൻ്റെ ആശംസ ഇട്ടിട്ട് എന്നോട് അലീക്ക പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീ നീട്ടിക്കൊണ്ടുപോകണ്ട, 2 വാക്കിൽ പറഞ്ഞ് നിർത്തണം. അതുകൊണ്ടാണ് എന്നെ ഞാൻ ലാസ്റ്റ് കൊണ്ടിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധം ഞാൻ ആദ്യമായിട്ട് അലീക്കാൻ അറിയിക്കാം. രണ്ടാമത് നമ്മൾ കാരണവരോടൊന്ന് പറഞ്ഞു, പഠിക്കാൻ വേണ്ടിയിട്ട് മര്യാദകളെ പറഞ്ഞാൽ പഠിച്ചില്ല. ഒരുപക്ഷെ ഈ മുഹമ്മദ് അലി സാഹിബിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയാം, രാഷ്ട്രീയം കളിച്ചിട്ട് പഠിക്കാൻ മറന്നുപോയത്. അന്ന് MSFും KSU എന്നെല്ലാം പറഞ്ഞ് മുഹമ്മദ് അലി സാഹിബ് അന്ന് MSF ഉള്ള സമയത്ത് തോട്ടൽ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കാത്തുവെക്കുമായിരുന്നു, ജാഥ വിളിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ രാഷ്ട്രീയം കളിച്ചിട്ട് പഠിക്കാൻ മറന്നുപോയി. ഈ കാരണവറിന് SM കോളേജിൽ സീറ്റ് വാങ്ങി തന്നിട്ട് എന്നോട് പറഞ്ഞ്, നീ SM കോളേജിൽ പോകണ്ട, നീ അവിടെ പോയി രാഷ്ട്രീയം കളിക്കാനല്ലേ, എന്നിട്ട് പ്രൈവറ്റ് കോളേജിൽ കൊണ്ടാക്കി. അപ്പോൾ സാന്ദർഭികമായിട്ട് പറയേണ്ട വന്നതാണ്. എന്നിരുന്നാലും ഈ കൂട്ടായ്മയുടെ 1 വർഷത്തെ പ്രവർത്തനം, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അഹോരാർത്ഥം പരിശ്രമിക്കും അക്ഷീണം പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, 55 ഡിഗ്രി ചൂടിനിടയിലും പ്രവാസ ജീവിതത്തിനിടയിൽ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി എന്നും എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ പ്രവർത്തകർ, വിശിഷ്യ ദുബൈ കമ്മിറ്റിയുടെ പ്രവർത്തകർ. ഈ കൂട്ടായ്മ ആരംഭിച്ചപ്പോൾ നമുക്ക് പ്രവർത്തകന്മാർക്ക് അറിയാം, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനും റഷാദും അതുപോലെ തന്നെ മറ്റു പ്രവർത്തകരും രാത്രി 2:30-3 മണി വരെ ചർച്ച നടത്തി കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാക്കി. ഇന്നാളെ ഉൾപ്പെടുത്തണം, ഇന്നാളെ തള്ളണം, അതിൻ്റെ മേലെ കോലാഹലം സൃഷ്ടിച്ച് അവസാനം നാട്ടിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർക്ക്, നമ്മുടെ സഹപ്രവർത്തകർക്ക് അതിൻ്റെ മെസ്സേജ് കിട്ടുമ്പോൾ രാവിലെ അവരെ എണീച്ച് നോക്കുമ്പോൾ 300-400 മെസ്സേജ് വോയിസ് ക്ലിപ്പ്. അവരെന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഇത് വിളിച്ച് നിർത്താം, കാരണം നമുക്ക് MP തികയുന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റീചാർജിൻ്റെ കൂപ്പണിൻ്റെ പൈസ ഇങ്ങനെ അയച്ചു തരണം, എന്നാലും മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം നിങ്ങൾ അവിടെ നിന്ന് അന്തിച്ചർച്ച നടത്തിയിട്ട് നമ്മൾ രാവിലെ ഇത് ഓപ്പണാക്കി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് MP തികയുന്നില്ല. അപ്പോൾ രാവിലെ 7 മണിക്ക് എണീച്ചിട്ട് തുറന്നു നോക്കുമ്പോൾ മുമ്പിലുള്ള റീചാർജ് കൂപ്പൺ കിട്ടുന്ന സ്ഥലം തുറന്നിട്ടും ഉണ്ടാവില്ല. അത്യാവശ്യമായിട്ട് നമുക്ക് മെസ്സേജ് ഒന്നും അയക്കാനും വായിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രവർത്തനം ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും നമ്മളെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അസീദും അതുപോലെ നെയ്ഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നാളെ നിങ്ങൾ ഒരു ബാറ്ററി ലൈഫുള്ള ഒരു ഫോൺ എനിക്ക് കൊടുത്തയക്കണേ, കാരണം ഈ ബാറ്ററി വരെ നിൽക്കുന്നില്ല ഈ ചർച്ച നടത്തിയിട്ട്. അങ്ങനെ ഞങ്ങൾ 3 മാസത്തോളം ചർച്ച നടത്തിയിട്ടാണ് ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുവന്നത്. അതിനൊക്കെ ഇത് റഷാദിന് മുന്നിൽ കുറ്റം പറയുന്നതാണ് പറയരുത്, കാരണം നമ്മൾ തല്ലുകൂടിയില്ല എന്നേ ഉള്ളൂ. പല കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ എന്നിട്ടും പറയും നമ്മുടെ നാട്ടിലെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇൻഷാ അല്ലാഹ് ശരിയാവും, ഇന്നലെ നാളെ റെഡിയാവും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ ഉടലെടുത്ത ഈ കൂട്ടായ്മ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ ഈ 1ാം വാർഷികം ആഘോഷിക്കുമ്പോൾ മനസ്സിൽ നല്ല സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ സഹായിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാർ, വിശിഷ്യ പ്രവാസികൾ, ഇനിയും ഈ കൂട്ടായ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാർ, എടക്കാടും തോട്ടടിയും അതുപോലെ കണ്ണൂരും, റഷാദിൻ്റെ ഫ്രണ്ട് മലപ്പുറത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്, എന്നെ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ അംഗമാക്കുമോ? കാരണം ഞാൻ നമ്മൾ നാട്ടുകാരെന്നുള്ളൊരു പ്രാതിനിധ്യം കൊടുക്കുന്നതുകൊണ്ട് അത് പറ്റൂല എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, വിശിഷ്യ പ്രവാസികൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും നിങ്ങൾ തന്നെ അത് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഈ മെമ്പറാക്കി ചേർത്ത് നമ്മുടെ ഈ സഹായഹസ്തത്തിന് നിങ്ങളൊരു താങ്ങും തണലും നമുക്ക് ഉണ്ടാകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കൂടാതെ
ഇനിയും കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഈ നാട്ടിലെ ഒരുപാട് രോഗികൾ, അതുപോലെ അവശത അനുഭവിക്കുന്നവർ, നമ്മൾ കഴിഞ്ഞ 2-3 മീറ്റിംഗ് നമ്മൾ ചർച്ചക്കിട്ടതാണ്. നമ്മൾ നല്ലൊരു പരിപാടി തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ വീടില്ലാതെ വിഷമിക്കുന്ന കൂട്ടർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കണം. എപ്പോൾ നമ്മൾ ഇന്നലെ പ്രവർത്തകന്മാർ പറയും നമ്മൾ ഇത്ര 10 ലക്ഷം റുപ്യ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും. അപ്പം നമ്മൾ പറയും നമുക്ക് തുടങ്ങാം, തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ഫണ്ട് വരും. പ്രവർത്തകന്മാർ വളരെ ഉഷാറായിട്ട് പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ദുബൈയിൽ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ രാത്രി 2 മണി 3 മണിക്കൊക്കെ അലിയിക്കാനൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഓരോരോ കാര്യത്തിന്. അപ്പോൾ അവരെ ഉറക്കും ഊണും നഷ്ടപ്പെട്ടിട്ട് നമ്മോട് ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ഈ കൂട്ടായ്മയായിട്ട് സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ടും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് സൗദി കമ്മിറ്റീൻ്റെ പ്രതിനിധി എന്ന നിലക്ക് കൂട്ടായ്മയ്ക്കും എൻ്റെ പ്രിയ നാട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു കൂട്ടമായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും പ്രത്യേകിച്ച് നമ്മുടെ കൗൺസിലർ MP മുഹമ്മദ് സാഹിബിനോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും നേടിത്തരാൻ പറ്റുമെങ്കിൽ അതും നിങ്ങളുടെ കൈകാലം ഞങ്ങൾ എത്തിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ ആശംസാ പ്രസംഗം ഇവിടെ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്നിവിടെ ഏറെ കൂട്ടായ്മയുടെ 1-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഏറെ ഡിവിഷൻ കൗൺസിലർ MP മുഹമ്മദ് അലി സാറിന് ഞാൻ ആദ്യമായി നന്ദി അർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഏറെ കൂട്ടായ്മയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേര്, അതിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച മുസ്തഫ കുണ്ടത്തിൽ, സ്വാഗതം പറഞ്ഞ ഇബ്രാഹിം ഹുസൈൻ ആജിക്ക, അതുപോലെ റിപ്പോർട്ട് അവതരിപ്പിച്ച മുഹമ്മദ് അലിക്ക മൂലയിൽ, പിന്നെ തുടർന്ന് അധ്യക്ഷ ഓരോ ഗൾഫ് കൺട്രിയുടെയും കോർഡിനേറ്ററായി സംസാരിച്ച് ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ആദ്യമായി പറയാനുള്ള, ഇവിടെ ഷമീലം പറഞ്ഞ പോലെ കുറേ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നിൻ്റെയും പേരിലല്ല നമ്മുടെ ഏറെ കൂട്ടായ്മ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൂട്ടായ്മയിൽ നിലനിന്ന് നല്ല രീതിയിൽ എല്ലാ സഹകരണവും തന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകരോടും ഞാൻ ഈ വേളയിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും നമ്മളെക്കാൾ ഒരുപാട് മുന്നിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ എല്ലാ രീതിയിലും വഴികാട്ടിയായിട്ട് നിൽക്കുന്ന ഉപദേശക സമിതി അംഗങ്ങളായ ഇബ്രാഹിം ക, അലീക്ക, മുസ്തഫ ക, അതുപോലെ ഷംസു ക, നൗഷാദ് ക, ഇങ്ങനെയുള്ള എല്ലാവരോടും ഈ വേളയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുക്കി തന്ന ECCയോടും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ വാക്കർ നമ്മുടെ മെമ്പേഴ്സ് തന്നെ ആണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. പേരെടുത്ത് പറയാൻ അവരാഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അവർക്കും പ്രത്യേകം നന്ദി. തെയ്യൽ മെഷീനും അതുപോലെ നമ്മുടെ മെമ്പേഴ്സ് തന്നെയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്, അവർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കിഡ്സ് പ്രൈസിൻ്റെ സമ്മാനവും നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ തന്നെയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്, അവനും പ്രത്യേക നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഈ യോഗം ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കും.